27/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തോണിക്കാരൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ തോണിയെ അക്കരെ എത്തിക്കുന്നതിനായി. നിങ്ങൾ ബാബയോട് സത്യത ഉള്ളവരായിരിക്കൂ, എങ്കിൽ തോണി ആടി ഉലഞ്ഞാലും മുങ്ങിപ്പോവുകയില്ല. ചോദ്യം: ബാബയുടെ ഓർമ്മ കുട്ടികൾക്ക് യഥാർത്ഥമായി ഇരിക്കാത്തതിൻ്റെ മുഖ്യ കാരണം എന്താണ്? ഉത്തരം: സാകാരത്തിൽ വന്ന് ഇത് മറന്നുപോയി. നമ്മൾ ആത്മാക്കൾ നിരാകാരമാണ്. നമ്മുടെ പിതാവും നിരാകാരമാണ്. സാകാരം ആയത് കാരണം സാകാരത്തിൻ്റെ ഓർമ്മ സഹജമായി വരുന്നു. ദേഹി അഭിമാനി ആയി സ്വയം ബിന്ദുവായി മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതിൽ തന്നെയാണ് പ്രയത്നം ഉള്ളത്. ഓം ശാന്തി. ശിവഭഗവാനുവാച: ഇദ്ദേഹത്തിൻ്റെ നാമം ശിവൻ എന്നല്ല, ഇദ്ദേഹത്തിൻ്റെ നാമം ബ്രഹ്മാവ് എന്നാണ്. ഇദ്ദേഹത്തിലൂടെ സംസാരിക്കുന്നു. ശിവഭഗവാനുവാച. ഇത് വളരെയധികം തവണ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും മനുഷ്യനെയോ ദേവതയോ അഥവാ സൂക്ഷ്മവതനവാസിയായ ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയോ ഭഗവാൻ എന്ന് പറയുന്നില്ല. ആർക്കാണോ ഏതെങ്കിലും ആകാരമോ സാകാരമോ ആയ ചിത്രം ഉള്ളത്, അതിനെ ഭഗവാൻ എന്ന് പറയുവാനാകില്ല. ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ പരിധിയില്ലാത്ത പിതാവിനെയാണ്. ഭഗവാൻ ആരാണ്? ഇത് ആർക്കും അറിയില്ല. നേതി നേതി എന്ന് പറയുന്നു. അതിനർത്ഥം നമ്മൾ അറിയുന്നില്ല എന്നാണ്. നിങ്ങളിലും യഥാർത്ഥ രീതിയിൽ അറിയുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. ആത്മാവ് പറയുന്നു, ഹേ ഭഗവാനെ, ഇപ്പോൾ ആത്മാവ് ബിന്ദുവാണ്. ബാബയും ബിന്ദു തന്നെയായിരിക്കും. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയുടെ അടുക്കൽ ഇങ്ങനെയുള്ള പല കുട്ടികളുമുണ്ട്. അവർ നമ്മൾ ആത്മാക്കൾ എങ്ങനെയാണ് ബിന്ദുവായിരിക്കുന്നത് എന്നതും മനസ്സിലാക്കുന്നില്ല. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു, ബാബയെ ഓർമ്മിക്കുന്നു. പരിധിയില്ലാത്ത പിതാവ് സത്യമായ വജ്രമാണ്. വജ്രത്തെ വളരെ നല്ല ചെപ്പിൽ ഇട്ടുവയ്ക്കുന്നു. ചിലരുടെ അടുക്കൽ നല്ല വജ്രങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് ആരെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ചെപ്പിൽ വെച്ച് പിന്നെ കാണിക്കുന്നു. വജ്രത്തെ രത്നവ്യാപാരി തന്നെയാണ് അറിയുന്നത്. മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. വ്യാജമായ വജ്രം കാണിച്ചാലും ആർക്കും അറിയാൻ കഴിയില്ല. ഇങ്ങനെ വളരെ പേർ ചതിക്കപ്പെടുന്നു. ഇപ്പോൾ സത്യമായ ബാബ വന്നിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അസത്യമായവരുമുണ്ട്. മനുഷ്യർക്ക് ഒന്നും അറിയുവാൻ സാധിക്കുന്നില്ല. സത്യത്തിൻ്റെ തോണി ആടി ഉലയും, എന്നാൽ മുങ്ങിപ്പോവുകയില്ല എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. അസത്യത്തിൻ്റെ തോണി ഉലയുന്നില്ല. ഇതിനെ എത്ര കുലുക്കുന്നു! ആരാണോ ഈ തോണിയിൽ ഇരിക്കുന്നത്, അവരും കുലുക്കാൻ ശ്രമിക്കുന്നു. ട്രൈറ്റർ എന്ന് പാടപ്പെടുന്നുവല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, തോണിക്കാരനായ ബാബ വന്നിരിക്കുകയാണ്. പൂന്തോട്ടക്കാരനുമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇത് മുള്ളുകളുടെ കാടാണ്. എല്ലാവരും പതീതമാണല്ലോ. എത്രമാത്രം അസത്യമാണ്! സത്യമായ ബാബയെ വിരളം പേരെ അറിയുന്നുള്ളൂ. ഇവിടെയുള്ളവരും പലരും പൂർണ്ണമായും അറിയുന്നില്ല. പൂർണ്ണ തിരിച്ചറിവില്ല, കാരണം ഗുപ്തമാണല്ലോ. ഭഗവാനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ഇതും അറിയുന്നുണ്ട്, ആ ഒന്ന് നിരാകാരനാണ്, പരംധാമത്തിൽ വസിക്കുന്നു. നമ്മളും നിരാകാര ആത്മാവാണ് എന്നത് അറിയുന്നില്ല. സാകാരത്തിൽ ഇരുന്നിരുന്ന് അത് മറന്നുപോയി.
സാകാരത്തിൽ കഴിഞ്ഞു കഴിഞ്ഞ് സാകാരത്തിൻ്റെ ഓർമ്മ വന്നു പോകുന്നു. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ദേഹി അഭിമാനിയാകുന്നു. ഭഗവാനെ പറയുന്നത് പരംപിത പരമാത്മാ എന്നാണ്. ഇത് മനസ്സിലാക്കുന്നത് തീർത്തും സഹജമാണ്. പരംപിത എന്നാൽ പരത്തിലും പരത്തിൽ വസിക്കുന്ന പരമ ആത്മാവ്. നിങ്ങളെ ആത്മാവ് എന്ന് പറയുന്നു, നിങ്ങളെ പരമം എന്ന് പറയുന്നില്ല. നിങ്ങളാണെങ്കിൽ പുനർജന്മം എടുക്കുന്നുവല്ലോ. ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. ഭഗവാനെയും സർവവ്യാപി എന്ന് പറയുന്നു. ഭക്തർ ഭഗവാനെ അന്വേഷിക്കുന്നു. പർവ്വതങ്ങളിൽ, തീർത്ഥസ്ഥാനങ്ങളിൽ, നദികളിലും മറ്റും പോകുന്നു. നദി പതീത പാവനിയാണ്. അതിൽ സ്നാനം ചെയ്ത് നമ്മൾ പാവനമാകും എന്ന് വിചാരിക്കുന്നു. ഭക്തിമാർഗത്തിൽ ഇതും ആർക്കും അറിയില്ല. നമുക്ക് വേണ്ടത് എന്താണ്? കേവലം മുക്തി വേണം, മോക്ഷം വേണം എന്ന് പറയുന്നു. കാരണം ഇവിടെ ദുഃഖിതരായത് കാരണം മടുപ്പുണ്ട്. സത്യയുഗത്തിൽ ആരും മോക്ഷമോ മുക്തിയോ യാചിക്കുന്നില്ല. അവിടെ ഭഗവാനെ ആരും വിളിക്കുന്നില്ല. ഇവിടെ ദുഃഖിയായത് കാരണം വിളിക്കുന്നു. ഭക്തിയിലൂടെ ആരുടെയും ദുഃഖം ഹരിക്കുക സാധ്യമല്ല. ആരെങ്കിലും മുഴുവൻ ദിവസവും രാമരാമ എന്ന് ഇരുന്ന് ജപിച്ചാലും ദുഃഖം ഹരിക്കുക സാധ്യമല്ല. ഇത് രാവണ രാജ്യം തന്നെയാണ്. ദുഃഖം കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് പോലെയാണ്. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കും, സുഖത്തിൽ ആരും സ്മരിക്കുകയില്ല എന്ന് പാടുകയും ചെയ്യുന്നു. ഇതിനർത്ഥം തീർച്ചയായും സുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ ദുഃഖമാണ് എന്നാണ്. സുഖമുണ്ടായിരുന്നത് സത്യയുഗത്തിലാണ്, ദുഃഖമുള്ളത് ഇപ്പോൾ കലിയുഗത്തിലാണ്. അതിനാൽ ഇതിനെ മുള്ളുകളുടെ കാട് എന്ന് പറയുന്നു. ആദ്യ നമ്പറിലേതാണ് ദേഹാഭിമാനത്തിൻ്റെ മുള്ള്, പിന്നെയാണ് കാമത്തിൻ്റെ മുള്ള്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അത് വിനാശമാകേണ്ടവയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. തൻ്റെ വീടിനെയും രാജധാനിയെയും ഓർമ്മിക്കൂ. വീടിൻ്റെ ഓർമ്മയോടൊപ്പം ബാബയുടെ ഓർമ്മയും ആവശ്യമാണ്. കാരണം വീട് പതീത പാവനൻ അല്ല. നിങ്ങൾ പതീത പാവനൻ എന്ന് ബാബയെയാണ് പറയുന്നത്. അപ്പോൾ ബാബയെ തന്നെ ഓർമ്മിക്കേണ്ടി വരും. ആ ഒന്ന് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നെ തന്നെയാണല്ലോ വിളിക്കുന്നത്. ബാബ വന്ന് പാവനമാക്കൂ എന്ന്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ തീർച്ചയായും വന്ന് വായിലൂടെ മനസ്സിലാക്കിക്കേണ്ടി വരും. പ്രേരണയിലൂടെ ചെയ്യുകയില്ല. ഒരു ഭാഗത്ത് ശിവജയന്തിയും ആഘോഷിക്കുന്നു, പിന്നെ മറുഭാഗത്ത് പറയുന്നു നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ് എന്ന്. നാമരൂപത്തിൽ നിന്നും വേറിട്ട ഒരു വസ്തുവുമില്ല. പിന്നെ പറയുന്നു കല്ലിലും മൺകട്ടയിലും എല്ലാത്തിലും ഉണ്ടെന്ന്. അനേകം മതങ്ങളുണ്ടല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളെ 5 വികാരങ്ങളാകുന്ന രാവണൻ തുച്ഛ ബുദ്ധിയാക്കി മാറ്റി. അതിനാൽ ദേവതമാരുടെ മുന്നിൽ പോയി നമസ്കരിക്കുന്നു. ചിലരാണെങ്കിൽ നാസ്തികരാണ്, ആരെയും അംഗീകരിക്കുന്നില്ല. ഇവിടെ ബാബയുടെ അടുക്കൽ വരുന്നത് തന്നെ ബ്രാഹ്മണരാണ്. അവരെ 5000 വർഷങ്ങൾക്ക് മുമ്പും മനസ്സിലാക്കിച്ചിരുന്നു. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളായി പ്രജാപിത ബ്രഹ്മാവ് പ്രസിദ്ധമാണ്. തീർച്ചയായും ബ്രാഹ്മണികളും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ശൂദ്രധർമ്മത്തിൽ നിന്നും മാറി ബ്രാഹ്മണധർമ്മത്തിൽ വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നവർ തങ്ങളുടെ യഥാർത്ഥ ധർമ്മത്തെ അറിയുന്നില്ല. അതിനാൽ ചിലപ്പോൾ ആരെങ്കിലും അംഗീകരിക്കും, ചിലപ്പോൾ മറ്റാരെങ്കിലും അംഗീകരിക്കും. ധാരാളം പേരുടെ അടുക്കൽ പോയിക്കൊണ്ടിരിക്കും. ക്രിസ്ത്യൻസ് ഒരിക്കലും ആരുടെ അടുത്ത് പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാനാകുന്ന പിതാവ് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ.
ഒരു ദിവസം പത്രങ്ങളിലും വരും. ഭഗവാൻ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ പതിതത്തിൽ നിന്നും പാവനമായി മാറുന്നത്. എപ്പോഴാണോ വിനാശം സമീപമാകുന്നത്, അപ്പോൾ പത്രങ്ങളിലൂടെയും ഈ ശബ്ദം കാതുകളിൽ പതിക്കും. പത്രങ്ങളിൽ ചിലയിടങ്ങളിൽ നിന്നും സമാചാരം വരുന്നുണ്ടല്ലോ, ഇപ്പോഴും ഇടാൻ സാധിക്കും. ഭഗവാൻ ഉവാച, പരംപിത പരമാത്മാ ശിവൻ പറയുന്നു, ഞാൻ പതിത പാവനാണ്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ഈ പതിത ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. വിനാശം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ നിശ്ചയവും ഉണ്ടാകും. റിഹേഴ്സലും ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഏതുവരെ രാജധാനി സ്ഥാപിതമായില്ലയോ അതുവരെ വിനാശം ഉണ്ടാവുകയില്ല. എർത്ത് ക്വേക്കും മറ്റും ഉണ്ടാകേണ്ടതുണ്ടല്ലോ. ഒരു ഭാഗത്ത് ബോംബുകൾ പൊട്ടും, മറുഭാഗത്ത് നാച്ചുറൽ കലാമിറ്റീസും വരും. ആഹാരവും മറ്റും ലഭിക്കുകയില്ല. സ്റ്റീമർ വരില്ല. വരൾച്ച ഉണ്ടാകും. വിശന്ന് മരിച്ച് ഇല്ലാതായി പോകും. നിരാഹാര സമരം നടത്തുന്നവർ കുറച്ചൊക്കെ ജലമോ തേനോ മറ്റോ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരം കുറയുന്നു. ഇതാകട്ടെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എർത്ത് ക്വേക്ക് ഉണ്ടാകും, മരിച്ചു പോകും. വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാൽ രാമരാമ എന്ന് പറയൂ എന്ന് സാധു സന്യാസിമാരോ മറ്റോ പറയുകയില്ല. മനുഷ്യരാണെങ്കിൽ ഭഗവാനെ തന്നെ അറിയുന്നില്ല. ഭഗവാൻ മാത്രമേ സ്വയം തന്നെക്കുറിച്ച് അറിയുന്നുള്ളൂ. മറ്റാരും അറിയുന്നില്ല. ആ ഒന്നിൻ്റെ വരവിൻ്റെ സമയമാണ്. ആ ഒന്ന് പിന്നെ ഈ വൃദ്ധ ശരീരത്തിൽ വന്ന് മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് കേൾപ്പിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. ഇതിൽ സന്തോഷിക്കണം. നമ്മൾ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. മനുഷ്യർ ശാന്തി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ശാന്തി ആര് നൽകും? ശാന്തി ദേവ എന്ന് പറയുന്നുവല്ലോ. ഇപ്പോൾ ദേവന്മാരുടെയും ദേവൻ ഒരേ ഒരു ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ആ ഒന്ന് പറയുന്നു, ഞാൻ നിങ്ങളേവരെയും പാവനമാക്കി കൊണ്ടുപോകും, ഒരാളെയും വിടുകയില്ല. ഡ്രാമയനുസരിച്ച് എല്ലാവർക്കും പോവുക തന്നെ വേണം. കൊതുകുകളെ പോലെ എല്ലാ ആത്മാക്കളും പോകുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. സത്യയുഗത്തിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ എന്നതും അറിയുന്നുണ്ട്. ഇപ്പോൾ കലിയുഗ അന്തിമത്തിൽ എത്ര അനേകം മനുഷ്യരുണ്ട്. പിന്നെ എങ്ങനെയാണ് കുറച്ചു പേർ ഉണ്ടായിരിക്കുക? ഇപ്പോൾ സംഗമമാണ്. നിങ്ങൾ സത്യയുഗത്തിൽ പോകുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഈ വിനാശം ഉണ്ടാകും എന്നത് അറിയുന്നു. കൊതുകുകളെ പോലെ ആത്മാക്കൾ പോകും. മുഴുവൻ കൂട്ടവും പോകും. സത്യയുഗത്തിൽ വളരെ കുറച്ചു പേരാണ് വസിക്കുന്നത്. ബാബ പറയുന്നു, ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. നമ്മൾ കണ്ടും കാണാതിരിക്കുന്നു. നമ്മൾ ആത്മാവാണ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. സന്തോഷത്തോടെ പഴയ ശരീരം ഉപേക്ഷിക്കണം. തൻ്റെ ശാന്തിധാമത്തെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ അന്ത്മതി സോഗതി ഉണ്ടാകും. ഒരു ബാബയെ ഓർമ്മിക്കണം. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. പ്രയത്നം കൂടാതെ ഉയർന്ന പദവി നേടുകയില്ല. ബാബ വരുന്നത് തന്നെ നിങ്ങളെ നരനിൽ നിന്നും നാരായണൻ ആക്കുന്നതിനു വേണ്ടിയാണ്. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ ഒരു സ്വസ്ഥതയുമില്ല. സ്വസ്ഥത ഉള്ളത് തന്നെ ശാന്തിധാമത്തിലും സുഖധാമത്തിലുമാണ്. ഇവിടെ ഓരോ വീട്ടിലും അശാന്തിയാണ്, ലഹളയാണ്. ബാബ പറയുന്നു, ഇപ്പോൾ ഈ മോശമായ ലോകത്തെ മറക്കൂ. മധുരമധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ വന്നിരിക്കുന്നു. ഈ നരകത്തിൽ നിങ്ങൾ പതീതമായിരിക്കുകയാണ്. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ബാബയെയും സ്വർഗത്തെയും ഓർമ്മിക്കൂ. അപ്പോൾ അന്തമതി സോഗതി ഉണ്ടാകും. വിവാഹത്തിനും മറ്റും പൊയ്ക്കൊള്ളൂ. എന്നാൽ ബാബയെ ഓർമ്മിക്കൂ.
നോളജ് മുഴുവൻ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വീട്ടിൽ കഴിഞ്ഞുകൊള്ളൂ, കുട്ടികളെയും മറ്റും സംരക്ഷിക്കൂ, എന്നാൽ ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കൂ, ബാബയുടെ ആജ്ഞയാണ് എന്നെ ഓർമ്മിക്കൂ. വീട് ഉപേക്ഷിക്കേണ്ടതില്ല, ഇല്ലെങ്കിൽ കുട്ടികളെ ആര് സംരക്ഷിക്കും? ഭക്തർ വീട്ടിൽ കഴിയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുന്നു. എന്നിരുന്നാലും ഭക്തർ എന്ന് പറയുന്നു, കാരണം ഭക്തി ചെയ്യുന്നു, വീടും കുടുംബവും സംരക്ഷിക്കുന്നു, വികാരത്തിൽ പോകുന്നു. എന്നിരുന്നാലും ഗുരുക്കന്മാർ അവരോട് പറയുന്നു, ശ്രീകൃഷ്ണനെ ഓർമ്മിക്കൂ, എങ്കിൽ അതിനെപ്പോലെയുള്ള കുട്ടിയുണ്ടാകും. ഈ കാര്യങ്ങളിൽ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പോകേണ്ടതില്ല, കാരണം നിങ്ങളെ ഇപ്പോൾ സത്യയുഗത്തിൽ പോകുന്നതിൻ്റെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. അതിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുണ്ഠത്തിൻ്റെ സ്ഥാപന ശ്രീകൃഷ്ണൻ അല്ല ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ അധികാരിയായി ബാബയിൽ നിന്നും സമ്പത്തെടുത്തു. സംഗമത്തിൻ്റെ സമയത്തു തന്നെയാണ് ഗീതയുടെ ഭഗവാൻ വരുന്നത്. ഗീത ബാബ കേൾപ്പിച്ചു, കുട്ടികൾ കേട്ടു. ഭക്തിമാർഗത്തിൽ പിന്നെ ബാബയ്ക്ക് പകരം കുട്ടിയുടെ നാമം ചേർത്തിരിക്കുന്നു. ബാബയെ മറന്നുപോയി. അപ്പോൾ ഗീതയും ഖണ്ഡിതമായി. ആ ഖണ്ഡിതമായ ഗീത പഠിക്കുന്നതിലൂടെ എന്തുണ്ടാകും? ബാബയാണെങ്കിൽ രാജയോഗം പഠിപ്പിച്ച ശേഷം പോയി. ഇതിലൂടെ ശ്രീകൃഷ്ണൻ സത്യയുഗത്തിൻ്റെ അധികാരിയായി. ഭക്തിമാർഗത്തിൽ സത്യനാരായണന്റെ കഥ കേൾക്കുന്നതിലൂടെ ആരെങ്കിലും സ്വർഗത്തിൻ്റെ അധികാരിയാകുമോ? ഈ ചിന്തയോടെ അല്ല കേൾക്കുന്നത്. അതിലൂടെ നേട്ടം ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സാധു സന്യാസിമാരും മറ്റും അവരവരുടെ മന്ത്രം നൽകുന്നു, ഫോട്ടോ നൽകുന്നു. ഇവിടെ ഈ കാര്യങ്ങളൊന്നുമില്ല. മറ്റ് സത്സംഗങ്ങളിൽ പോവുകയാണെങ്കിൽ പറയും, ഇന്ന സ്വാമിയുടെ കഥയുണ്ട്. ഏതിൻ്റെ കഥ? വേദാന്തത്തിൻ്റെ കഥ, ഗീതയുടെ കഥ, ഭാഗവതത്തിൻ്റെ കഥ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മളെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ദേഹധാരിയല്ല, ഏതെങ്കിലും ശാസ്ത്രങ്ങളോ മറ്റോ പഠിച്ചിട്ടില്ല. ശിവബാബ ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നത് മനുഷ്യരാണ്. ശിവബാബ പറയുന്നു, ഞാൻ ഗീതയോ മറ്റോ ഒന്നും പഠിച്ചിട്ടില്ല. ഏതൊരു രഥത്തിലാണോ ഇരിക്കുന്നത്? ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. എന്നിലാണെങ്കിൽ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ഉണ്ട്. ഇദ്ദേഹം ദിവസവും ഗീത പഠിക്കുമായിരുന്നു. തത്തയെപ്പോലെ മനഃപ്പാഠം ആക്കുമായിരുന്നു. എപ്പോഴാണോ ബാബ പ്രവേശിച്ചത് അപ്പോൾ ഉടൻ ഗീത ഉപേക്ഷിച്ചു. കാരണം ബുദ്ധിയിൽ വന്നു, ഇത് ശിവ് ബാബയാണ് കേൾപ്പിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. ഇപ്പോൾ പഴയ ലോകത്തിൽ നിന്നും മമത്വം ഇല്ലാതാക്കൂ. കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. സത്യമായ പ്രിയതമയ്ക്ക് അടിക്കടി പ്രിയതമൻ്റെ ഓർമ്മ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ബാബയുടെ ഓർമ്മയും ഇങ്ങനെ ഉറച്ചതായിരിക്കേണ്ടതാണ്. പാരലൗകിക പിതാവ് പറയുന്നു, കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ, സ്വർഗത്തിൻ്റെ സമ്പത്തും ഓർമ്മിക്കൂ. ഇതിൽ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കുന്നതിൻ്റെയോ ഇലത്താളമോ മറ്റോ മുഴക്കുന്നതിൻ്റെയോ ആവശ്യമില്ല. ചില നല്ല നല്ല ഗീതങ്ങളും ഇറങ്ങുന്നു, അത് വയ്ക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഗീതം ഉണ്ടാക്കുന്നവർ സ്വയം ഒന്നും അറിയുന്നില്ല. മീര ഭക്തയായിരുന്നു. നിങ്ങളിപ്പോൾ ജ്ഞാനിയാണ്. കുട്ടികളിലൂടെ ഏതെങ്കിലും കാര്യം ശരിയായി നടക്കുന്നില്ലെങ്കിൽ ബാബ പറയുന്നു, നിങ്ങൾ ഭക്തരെ പോലെയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കും, ബാബ നമ്മളെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ ഇപ്പോൾ ബാബയെ ഓർമ്മിക്കൂ. സന്ദേശവാഹകരാകൂ, മെസ്സഞ്ചറാകൂ. എല്ലാവർക്കും ഈ സന്ദേശം നൽകൂ. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. എങ്കിൽ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സമയമാണ്. ഭഗവാൻ ഒരേ ഒരു നിരാകാരനാണ്.
ആ ഒന്നിന് തൻ്റേതായ ദേഹമില്ല. ബാബ തന്നെയാണ് തൻ്റെ പരിചയം ഇരുന്ന് നൽകുന്നത്. മന്മനാഭവയുടെ മന്ത്രം നൽകുന്നു. സാധു സന്യാസിമാരും മറ്റും ഒരിക്കലും ഇപ്പോൾ വിനാശമുണ്ടാകും, ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുകയില്ല. ബാബ തന്നെയാണ് ബ്രാഹ്മണരായ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നത്. ഓർമ്മയിലൂടെ ഹെൽത്തും പഠനത്തിലൂടെ വെൽത്തും ലഭിക്കും. നിങ്ങൾ കാലിൻ്റെ മേൽ ജയം നേടുന്നു. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ദേവതമാർ കാലിൻ്റെ മേൽ വിജയം നേടിയിട്ടുണ്ട്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ പാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിലൂടെ ഭക്തൻ എന്ന ടൈറ്റിൽ ലഭിക്കും വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. സന്ദേശവാഹകരായി സർവർക്കും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നതിൻ്റെ സന്ദേശം നൽകണം. ഈ പഴയ ലോകത്തിൽ ഒരു സ്വസ്ഥതയുമില്ല. ഇത് മോശമായ ലോകമാണ്. ഇതിനെ മറക്കണം. വീടിൻ്റെ ഓർമ്മയോടൊപ്പം പാവനമാകുന്നതിനായി ബാബയെയും തീർച്ചയായും ഓർമ്മിക്കണം. വരദാനം: പ്രവൃത്തിയിൽ ഇരിക്കവേ പരവൃത്തിയിൽ ഇരിക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. നിരന്തര യോഗി ആകുന്നതിനുള്ള സഹജ ഉപാധിയാണ് പ്രവൃത്തിയിൽ ഇരിക്കുമ്പോഴും പരവൃത്തിയിൽ ഇരിക്കുക. പരവൃത്തി എന്നാൽ ആത്മീയ രൂപം. ആരാണോ ആത്മീയ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവർ സദാ വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമാകുന്നു. എന്ത് ചെയ്താലും ജോലിയല്ല ചെയ്തത്, എന്നാൽ കളിക്കുകയാണ് ചെയ്തത് എന്ന അനുഭവമുണ്ടാകും. അപ്പോൾ പ്രവൃത്തിയിൽ ഇരിക്കവേ ആത്മീയ രൂപത്തിൽ ഇരിക്കുന്നതിലൂടെ എല്ലാം കളി പോലെ സഹജമായി അനുഭവപ്പെടും. ബന്ധനമായി തോന്നുകയില്ല. കേവലം സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും ഒപ്പം ശക്തിയുടെ അഡീഷൻ ചെയ്യൂ. അപ്പോൾ ഹൈ ജമ്പ് ചെയ്യുവാനാകും. സ്ലോഗൻ: ബുദ്ധിയുടെ മഹീനത അഥവാ ആത്മാവിൻ്റെ ഭാരരാഹിത്യം തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ധൈര്യമുള്ള ശക്തികളെ സർവശക്തിമാൻ സഹായിക്കും. സിംഹിണികൾ ഒരിക്കലും ആരെയും ഭയപ്പെടുന്നില്ല, നിർഭയരാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല എന്ന ഭയവും ഇല്ല. സത്യതയുടെ ശക്തി സ്വരൂപമായി ലഹരിയോട് പറയൂ, ലഹരിയോടെ നോക്കൂ. നമ്മൾ ഓൾമൈറ്റി ഗവൺമെൻറ്റിൻ്റെ അനുയായികളാണ്. ഈ സ്മൃതിയിലൂടെ അയഥാർത്ഥത്തെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരണം. സത്യത്തെ പ്രസിദ്ധമാക്കണം, ഒളിപ്പിക്കരുത്. എന്നാൽ സത്യതയോടൊപ്പം വാക്കിൽ മധുരതയും സഭ്യതയും ആവശ്യമാണ്. ഓം ശാന്തി. ഓം ശാന്തി. വ്യക്തഭാവത്തിൻ്റെ സ്മൃതികൾക്ക് വിരാമമിട്ട് ഞാൻ ആത്മാവ് ബിന്ദുരൂപമാണ് എന്ന സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്നു. മസ്തകമധ്യത്തിലെ ജ്യോതി ബിന്ദു സ്വരൂപത്തെ ബുദ്ധിരൂപി നേത്രത്തിലൂടെ ദർശിച്ച് ബിന്ദു രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബിന്ദു രൂപ ആത്മാവായ ഞാൻ ബിന്ദു രൂപമായ പരമാത്മാവിൽ ബുദ്ധിയോഗം യോജിപ്പിച്ച് യോഗയുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ
ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ വ്യർത്ഥ വികൽപരഹിതമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടി ചക്രത്തിൻ്റെ ആദിയിൽ ഞാൻ ഒരു ബിന്ദുവായി വന്നു. സൃഷ്ടിയുടെ അന്തിമത്തിലും ബിന്ദുവായ ബാബയോടൊപ്പം പോകേണ്ടതുണ്ട്. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്ഥൂല ദേഹം ഉണ്ടായിരിക്കുമ്പോഴും ആകാരി രൂപത്തിൽ ഭാരരഹിതമായി സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ ഞാൻ ബിന്ദുരൂപനായ ബാബയുടെ ഛത്രഛായയ്ക്കുള്ളിൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതി ചെയ്യുമ്പോൾ അനേകം വിസ്താരങ്ങളെ കണ്ടും കാണാതിരിക്കാൻ, കേട്ടും കേൾക്കാതിരിക്കാനുള്ള വിശേഷ കഴിവ് എന്നിൽ ഉണ്ടാകുന്നു. ദുഃഖ അശാന്തിയുടെ അന്തരീക്ഷത്തിലും അവയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തമായ നിർലേപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ബിന്ദുവിനെ കാണുവാൻ എനിക്ക് സഹജമായി കഴിയുന്നു. ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ഭാവനയും വാക്കുകളും കർമ്മവും മഹത്തരവും ശ്രേഷ്ഠവുമാകുന്നു. എന്നിൽ നിന്നും സ്വാഭാവികമായി ശാന്തിയുടെയും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശക്തിയുടെയും ആത്മീയ കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു.